Hello guys, welcome to E-Kick of Malayalam Football Channel. Where നമ്മൾ ഇവിടെയാണ് ഈ ഫുട്ബോളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. So let's go for another video guys. Like, subscribe and share our channel. So guys, നമ്മൾ ഇത്തവണ വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടാണ്. ഇത്തവണ ലേറ്റസ്റ്റ് ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കാലമായി ലൈക്ക് മെയ് ഓർ ജൂണിൽ ഇത് നമ്മൾ കാണുന്നൊരു അപ്ഡേറ്റാണ്. ഈ ഫുട്ബോളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. പലവരും പലതരത്തിൽ മീൻസ് ഇങ്ങനൊരു സൈൻ ഇൻ ചെയ്ത് പൈസ കോയിൻസ് വെറുതെ നഷ്ടപ്പെടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഗൈസ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള പാക്സ് നോക്കൂ. ഇവിടെ 100 രൂപയുടെ 100 കോയിൻസും ഉണ്ട്, 900 കോയിൻസും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് നമ്മളുടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മീൻസ് 3000 ഓർ 4000 കോയിൻസ് എടുത്ത് വെച്ചിട്ട് കറക്കുന്ന ഒരുപാട് പേരുണ്ട് ഗൈസ്. സോ ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ 900 ഫോർ എ എപ്പിക് ടീം, ഒരു എപ്പിക് ടീമുള്ള ആളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല ഗൈസ്. എന്താ കാരണം പറഞ്ഞാൽ അവർക്ക് ഈ ഒരു 3000-4000 കോയിൻസ് എടുത്ത് വെച്ച് കറക്കുന്നത് അവർക്കൊരു വിഷയമില്ല. ബട്ട് ഒരു ബിഗിനർ ഒരിക്കലും ഈ ഒരു കോയിൻസിന് ഇല്ലെങ്കിൽ ഇതൊന്നും കറക്കാൻ പോകാൻ പാടില്ല. ബിക്കോസ് പെസ് ഒരിക്കലും ഇല്ലെങ്കിൽ ഈ ഫുട്ബോൾ ഒരിക്കലും അത് തരില്ല ഗൈസ്. നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു എപ്പിക് 900 കോയിൻസിന് കറക്കിയാൽ ഇല്ലെങ്കിൽ 1800 ഇല്ലെങ്കിൽ 1800 കോയിൻസിന് കറക്കിയാൽ ഒരിക്കലും നമുക്ക് തരില്ല ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള പാക്സ് എടുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ള പാക്സ് എടുക്കുന്നതാണ്. നോക്കൂ, ഇവിടെ 150 പ്ലെയേഴ്സോളം ഉണ്ട്. അതിൽ നമ്മൾക്ക് 150 പ്ലെയേഴ്സിൽ നമ്മൾ കിടക്കുമ്പോൾ 10 പ്ലെയേഴ്സ് അല്ലെങ്കിൽ 9 പ്ലെയേഴ്സിനെ കിട്ടുള്ളൂ. സോ അതൊരു പ്യോർ ഒരു ലോജിക് ഇല്ലാത്ത ഒരു സൈനിങ് ആണ് ഗൈസ്. സോ അതിന് പകരമായിട്ട് നമ്മൾക്ക് കറക്കാൻ പറ്റുന്ന നല്ല നല്ല പാക്സ് വേറെയുണ്ട് ഗൈസ്. ഫോർ എക്സാമ്പിൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെസ്സിയുടെ ഈ പാക്ക് വളരെയധികം ഗുണമുള്ളൊരു പാക്കാണ് ഗൈസ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ 1800 കോയിൻസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു നല്ലൊരു മെസ്സിയെ കിട്ടും. ഇവിടെ ഒരാഞ്ഞിട്ട് ഒരുപാട് അതർ പ്ലെയേഴ്സും ഉണ്ട്. സോ ഇത് ആക്ച്വലി ഭയങ്കര ഒരു ഗുണമുള്ള പാക്കാണ് ഗൈസ്. സോ ആ ഒരു 900ൻ്റെ കോയിൻസ് കറക്കി നിങ്ങൾ ഫെയിലാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ഒരു പാക്ക് എടുത്ത് നമ്മൾ ഈ ഒരു പാക്ക് കറക്കി ഒരു ബാർസയുടെ ഒരു മെസ്സിയും മറ്റേ അർജൻറ്റീനയുടെ മെമ്പേഴ്സിനെ എടുക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു പാക്കും കൂടി ഉണ്ട് ഗൈസ്, അതും ഞാൻ കാട്ടിത്തരാം. യെസ് ഗൈസ്, നെയ്മറിൻ്റെ പാക്ക് ഇത് നോക്കൂ. ഇതും വളരെ നല്ലൊരു പാക്കാണ്, ബ്രസീലിൻ്റെ നെയ്മർ. ഇതിൽ ഇങ്ങനെയുള്ള പാക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൈസ്. ലൈക്ക് എന്താ ഇപ്പം ഞാൻ പറയുക, ലൈക്ക് ഇങ്ങനെയുള്ള പാക്ക് എടുത്താൽ 1 ടൈം സൈനിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ടൈം സൈനിങ് നടത്തുന്ന വഴി നമ്മൾക്ക് ഒരുപാട് ഒരു നല്ലൊരു പ്ലെയേഴ്സിനെ കിട്ടാം. ഇതിലേക്ക് എപ്പിക് കാർഡിൻ്റെ തുല്യത അല്ലെങ്കിൽ എപ്പിക് കാർഡിന് ഈക്വൽ ആയിട്ടുള്ളൊരു നെയ്മർ കാർഡാണ് നമുക്ക് കിട്ടുന്നത്. സോ 900 കോയിൻസ് കറക്കി നിങ്ങളുടെ കോയിൻസ് വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഗൈസ് ഇങ്ങനൊരു കാർഡ് കറക്കി 1800 കറക്കി നല്ലൊരു റൊണാൾഡോ ഇല്ലെങ്കിൽ മെസ്സി ഇല്ലെങ്കിൽ നെയ്മർ അങ്ങനെയുള്ള വല്ലവരെയും എടുക്കുന്നത്. ബിക്കോസ് അത് നമ്മൾ കറക്കി 3000-4000 കോയിൻസ് കറക്കുമ്പോഴാണ് നമുക്ക് ഒരു മെസ്സി ഇല്ലെങ്കിൽ ഒരു നല്ലൊരു എപ്പിക് ഇപ്പോൾ വന്നതിൽ മുഹമ്മദ് സലാ ലൈക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലെയറിനെ കിട്ടുന്നത്. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, അങ്ങനെ 3000-4000 കറക്കി ഒരു പ്ലെയറിനെ എടുക്കുന്നതോ അതോ 1800 കോയിൻസിൻ്റെ ഒരു പ്ലെയറിനെ എടുക്കുന്നതാണോ നല്ലത്? ആസ് കമ്പയർഡ് ടു ബിഗിനറിന് ഇത് തന്നെയാണ് ലാഭം. പക്ഷേ ഒരു എപ്പിക് പ്ലെയർ ഇല്ലെങ്കിൽ ഒരു എപ്പിക് ടീമുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്കത് വിഷയമല്ല. അവർക്ക് 3000 അവർക്ക് കാരണം നല്ലൊരു മീൻസ് അവരുടെ ടീം തന്നെ സ്ട്രോങ് ആയി. സോ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ലാഭം വേണ്ട ഗൈസ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആസ് എ ബിഗിനർ യു വോണ്ട് ടു പ്രിഫർ ദിസ് പാക്ക്. ഈ പാക്കായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കുക. പിന്നെ ബിഗിനർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഈ ഡെയിലി ഗെയിമിൽ പോയി നമ്മൾക്ക് കളിച്ച് കിട്ടുന്ന പാക്സാണ് ഇതൊക്കെ. ഡെയിലി ഗെയിം ബോക്സ്, പിന്നെ ഈ ഒരു സെൻറ്റർ ഫോർവേഡിൻ്റെ നല്ലൊരു എപ്പിക് ഗോൾ ബോക്സ്, ഇങ്ങനെയുള്ള കുറച്ച് പാക്സ് ഉണ്ട് ഗൈസ്. ഇത് ബിഗിനറിന് നല്ലൊരു ഉപയോഗമുള്ളൊരു പാക്കാണ് ഈ ഫുട്ബോൾ നൽകുന്നത്. സോ ഈ പാക്കിനെ നമ്മൾ മാക്സിമം ഉപയോഗമാക്കി നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ആലോചിക്കണം.
പക്ഷേ ഇതിൽ ബിഗിനേഴ്സ് കാട്ടുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താണെന്നറിയോ, നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഫുട്ബോൾ എടുക്കും, ഡെയിലി ഗെയിം കറക്കും, അപ്പം തന്നെ നമുക്കൊരു പാക്ക് കിട്ടും. അപ്പോൾ സോ നിങ്ങൾക്കിവിടെ കാണാം ഗൈസ്, ഇവിടെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇത് തരുമ്പോൾ ഇവിടെ ഇപ്പം ഞാൻ 9 റിമൈനിങ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ ബിഗിനർ എന്ത് ചെയ്യുന്നറിയോ, വേഗം ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അതിനെ കറക്കും. അപ്പോൾ ഈ ഒന്ന് കിട്ടിയിട്ട് കറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എപ്പിക്കിനെ കിട്ടണമെന്നില്ല. കാരണം ഇതിൽ ഏതാണ്ട് 50 പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റോളുണ്ട്, അതിൽ ഒരു എപ്പിക്കാണ് ഈ സെൻറ്റർ ഫോർവേഡ്. സോ അങ്ങനെ കറക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പം ഞാനിപ്പോൾ റിമൈനിങ് വെച്ചിരിക്കുന്നത് കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 9 ഞാനിപ്പോൾ റിമൈൻ വെച്ചിരിക്കുന്നത്. ഈ 9 എന്നുള്ളത് ഒരു 10, 15, 20, 25 അങ്ങനെയൊക്കെ നിങ്ങൾ ആക്കി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈ ഒരു എപ്പിക്കിനെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആസ് എ ബിഗിനർ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ ഡെയിലി ഗെയിം കളിച്ച് കിട്ടുന്നത് അപ്പം തന്നെ കറക്കി ആ പൈസ നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ബിഗിനർ ആസ് എ മിസ്റ്റേക്ക് ആണത്. ഞാനും ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഗൈസ്. സോ അതുകൊണ്ട് ബിഗിനർ ഒരിക്കലും ഇത് ചെയ്യരുത്. പിന്നെ ആസ് എ ബിഗിനർ ഇങ്ങനെയുള്ള കോയിൻസ്, ഇങ്ങനെയുള്ള കാർഡുകൾ, ഇങ്ങനെയുള്ള പാക്കുകൾ ഒരിക്കലും നിങ്ങൾ കറക്കരുത്. എന്താ കാരണം പറഞ്ഞാൽ 3000 4000 കറക്കിയാലേ നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ബെനിഫിഷ്യൽ ഓർ യൂസ്ഫുൾ. സോ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് യൂസ്ഫുൾ വന്നിട്ട് ഇങ്ങനത്തെ കാർഡ്സ് ആയിരിക്കും, 1800 കോയിൻസിൻ്റെ കാർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് മോർ ബെനിഫിഷ്യൽ. So guys, we are